ഗായ്സ്, അപ്പം ഇന്ന് നമ്മളൊരു റാഗി കേക്കാണ് കേട്ടോ നോക്കുന്നത്. റാഗി നമ്മൾ അറിയാലോ, ബ്ലഡ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഫുഡ് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. റാഗി കേക്കായിട്ടോ പിന്നെ റാഗി വെറുതെ കുറുക്കാക്കിയിട്ടോ ദോശയായിട്ടോ എങ്ങനെ കഴിച്ചാലും അത്രയും നല്ല ഫുഡാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് കുറച്ച് നാളികേരം, ഒരു 1/4 കപ്പോളം നാളികേരമാണ് എടുത്തത് കേട്ടോ. എന്നിട്ട് ഈ നാളികേരവും റാഗിയും നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് 1 മണിക്കൂർ മുൻപൊക്കെ കുതിർത്ത് വെച്ച റാഗിയോ അല്ലെങ്കിൽ തലേന്ന് കുതിർത്ത് വെച്ച റാഗിയൊക്കെ ആയാലും പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ജ്യൂസ് കിട്ടും കേട്ടോ നന്നായിട്ട്. എന്നിട്ടത് ഒരു 3-4 പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം കിട്ടിയ ജ്യൂസാണ് കേട്ടോ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഈ റാഗിയും നാളികേരവും തമ്മിൽ മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്നത് കൈയിടാതെ ഇളക്കി കൊടുക്കണം, മീഡിയം ഫ്ലെയിം ആവണം കേട്ടോ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ശർക്കരയും പിന്നെ 2 ഏലക്കായും ഇടാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക കേട്ടോ. ഒരു സ്പൂണോ ആവശ്യത്തിന് നെയ്യ് ആഡ് ചെയ്യുക. ഇനി ഇത് പാകായതിനു ശേഷം നമ്മളൊരു സാധാ ഒരു ഡവറയിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ പരത്തി കൊടുത്തിട്ട് ഈ മിക്സിയിലാക്കിയിട്ട് അതിൻ്റെ ഇടയിലാ ഒരു എയർ ഹോൾസൊക്കെ കളഞ്ഞ് നന്നായിട്ട് മിക്സൊക്കെ പരത്തി ഷേപ്പാക്കി കൊടുക്കുക. ഞാൻ ഇതിന് മുകളിൽ ചിലപ്പോൾ അണ്ടിപ്പരിപ്പ് കിസ്മിസ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുക. ഞാൻ നാളികേരമായിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ 4-5 മണിക്കൂറിന് ശേഷമുള്ള റാഗീൻ്റെ കേക്കാണ് കേട്ടോ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്, അതേപോലെ തന്നെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.